പേര് ഞാൻ പോയ പല സ്ഥലം വിദേശ രാജ്യങ്ങളും അവിടെ ഇവിടെ ഒക്കെ പോയാൽ അതുകൊണ്ടാ നിങ്ങൾ റൗണ്ട് ആയിട്ട് സീറോ ജാക്സൺ ഇല്ല എങ്കിൽ അല്ലാതെ നടക്കില്ല. റൗണ്ട് സീറോ ജാക്സൺ ആണ് ഇവിടെ ആവശ്യം. നമ്മൾ ഓരോ സൈറ്റായിട്ട് നോക്കുകയാണ്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹൈവേയിലെ കുരുക്കും ഹൈവേയിൽ നിന്ന് ഇറങ്ങുമ്പം ഉള്ള ഇടിയുമാണ്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം. ഇവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയാൽ ഇടിച്ചു കഴിഞ്ഞാൽ മേജർ ആക്സിഡൻ്റ് ആവും. അപ്പം അതുകൊണ്ട് ഈ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങൾ പ്രത്യേകമായി സൂക്ഷിച്ചിട്ട്, നമ്മൾ ഈ പണിത സമയത്ത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു നമുക്ക് റോഡ് വേണമെന്നുള്ളത്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമ്മളെ ഒരു സിറ്റുവേഷൻ ഇപ്പം അതിനുശേഷം ഒരുപാട് മരണങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കണം. മാത്രമല്ല ഈ ഹൈവേയിൽ അനാവശ്യമായ ലൈറ്റുകൾ, ധാരാളം റെഡ് ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകൾ, സിഗ്നൽ ലൈറ്റുകൾ വലിയ ഡിലേ ഉണ്ടാക്കാൻ. ഒരു ദേശീയപാത എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വളരെ വേഗത്തിൽ പോകാനുള്ളതാണ്. ഇതിപ്പോൾ വേഗത തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായി ഈ ലൈറ്റുകൾ എല്ലായിടത്തും മാറിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഹൈവേയിൽ ചെയ്യുന്നത് യു ടേൺ എടുത്ത് വരലാണ്. അണ്ടർപാസ് വഴിയും ഓവർബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയൊക്കെ വരുന്നത്. നമ്മൾ ഈ ഒരു അല്പം ലാഭിക്കാൻ വേണ്ടി ഈ റോഡിൽ തന്നെ ശ്രദ്ധിക്കുക. ഒരു അല്പം ലാഭിക്കാൻ വേണ്ടി ചില ഓട്ടോറിക്ഷയൊക്കെ റോങ് സൈഡിൽ കയറി വരുന്നതാണ്. അതൊന്നും ഒരു രാജ്യത്തും അനുവദിക്കുന്നതല്ല. നമ്മളെ തന്നെ അപകടപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് സംസാരിച്ചതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമായിട്ട് വിളിച്ചിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ, ബ്ലാക്ക് സ്പോട്ടുകളും നമ്മൾ പരിഹരിക്കാൻ അവർ നടപടി എടുത്തില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ചെയ്യും. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ അടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു പാലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ അവരെ എസ്റ്റിമേറ്റ് നാളെ മറ്റന്നാളെ തരാമെന്ന് പറഞ്ഞു. അവർ തന്നിട്ട് അത് ഉടനെ ഒന്നും പ്രായമല്ലെന്ന് കണ്ടാൽ നമ്മളെ പ്ലാൻ തയ്യാറാക്കിയിട്ട് അല്ല, അവിടെ നമ്മൾ പിന്നെ ഇപ്പുറത്തെ ഒരു ചിക്കിങ് ഇരിക്കുന്നല്ലോ, അതിൻ്റെ മുമ്പിൽ കൂടെ റോഡിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനമുണ്ട്. സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാനാണ്. പക്ഷേ ഈ വളരെ 90 ഡിഗ്രിയിൽ ഇറങ്ങുന്നതാണ് അവിടുത്തെ അപകടത്തിൻ്റെ ഒരു ടേണിംഗ് ആണ്. ആ ടേണിൽ അവിടെയാണ് ഈ 90 ഡിഗ്രി ഇറങ്ങുന്നത്. അത് വരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടെ ലെഫ്റ്റ് സൈഡിൽ അതിരപ്പള്ളിക്ക് വരുന്ന ആളുകൾക്ക്, തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ലെഫ്റ്റ് എടുക്കാനൊക്കെ, റൈറ്റിലോട്ട് പോകാൻ പാടില്ല ശരിക്കും. അപ്പം ലെഫ്റ്റ് എടുക്കാനായിട്ട് അവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് തുറന്നിടാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ക്രാഷ് ബാരിയർ എടുത്ത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ പിടിക്കും. എന്നിട്ട് ഹൈവേയിലെ ഇറങ്ങാനുള്ളവർ ആ കടയുടെ ചിക്കിങ്ങിൻ്റെ മുമ്പിൽ വന്ന് അതിൽ പാരലായിട്ട് ഇറങ്ങാൻ പറ്റും. പാരലായിട്ട് ഇറങ്ങി അത്രയും അപകടമില്ല. നമ്മൾ ഈ റോഡുകളൊക്കെ കറക്റ്റാണ്. നമ്മളെ തെറ്റെന്താണെന്നറിയാം, വിദേശ രാജ്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം, സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റോപ്പ് എന്ന് എഴുതി വയ്ക്കും. ആ സ്റ്റോപ്പിൻ്റെ അവിടെ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡ്രൈവർമാർ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്ത് 2 വശവും നോക്കിയതിന് ശേഷം അപകടമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുന്നോട്ട്. ഇവിടെ അങ്ങനെ അല്ലല്ലോ, വരുമ്പോഴേ അങ്ങ് പോവല്ലേ. ആണ് ഒരുപാട് സിഗ്നലാണ്. വളരെ ശരിയാണ്. അല്ല, സിഗ്നൽ പരമാവധി ഞങ്ങളിപ്പോൾ നോക്കുന്ന ഇന്നത്തെ ഒരു ചർച്ചയിൽ ഞങ്ങൾ പരമാവധി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകാർ ആലുവ വരെയും നമ്മൾ നോക്കിയിട്ടുണ്ട്. പരമാവധി സിഗ്നലുകൾ അണയ്ക്കുക എന്നുള്ളതാണ്. മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഫ്ലോ, അതായത് ട്രാഫിക് ഫ്ലോ ഉണ്ടാക്കാനാണ് ഈ സിഗ്നലാണ് ഈ കുഴപ്പം. അനാവശ്യമായ സൈഡിൽ നിന്നുള്ള എൻട്രൻസ്, പിന്നെ ഈ സിഗ്നൽ ലൈറ്റുകൾ പരമാവധി ഓഫ് ചെയ്തിട്ട് യു ടേണുകളും കാര്യങ്ങളും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാൻ പല സ്ഥലത്തും തയ്യാറാക്കിയിട്ടുണ്ട്. അതാ സ്ഥലത്ത് MLA-മാരും ജനപ്രതിനിധികളുമായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കും. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോയതിന് ശേഷം ഫൈനലായിട്ട് തീരുമാനം ഉണ്ടാക്കി അടിയന്തരമായ നടപടി വരികയും ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, മിന്നൽ വേഗത്തിൽ നടപടി വരും. ചുമ്മാ പറഞ്ഞിട്ട് പോകുന്നതല്ല, ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും നേരിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം സ്കെച്ച് വരച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ഇനി ചർച്ച ചെയ്യും. അവർ ചെയ്യേണ്ട വർക്കുകൾ അവരെ കൊണ്ടും. അവർ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സനീഷും ആ കമ്മിറ്റിയിലുള്ളതാണ്, ഞങ്ങൾ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള റോഡുകളിൽ നിന്നുള്ള അപകടങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ ട്രാഫിക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഈ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കും. കുറ്റകൃത്യങ്ങൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും. കുറ്റകൃത്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ആപ്പ് വഴി അയക്കാൻ പറ്റും. ട്രാഫിക് കുറ്റകൃത്യങ്ങൾ, റോങ് സൈഡിൽ പാർക്ക് ചെയ്യുക, ട്രെയിൻ ലൈൻ ട്രാഫിക് തെറ്റിച്ച് പോവുക, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഒരു ആപ്പ് വരും. അത് നിയമത്തിൽ പറയുന്ന ഒരു ആപ്പാണ്, അല്ല പ്രൈവറ്റ് ആപ്പല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആപ്പാണ്. ആ ആപ്പിലൂടെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് വണ്ടിയുടെ നമ്പരും ഒഫൻസുകൾ എന്തൊക്കെയാണെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവിറക്കും. നമ്മളെ ഈ മറ്റേ AI ക്യാമറ വന്നപ്പോൾ ഉള്ളവരല്ല, മറ്റ് മനുഷ്യന് വലിയ ബുദ്ധിമുട്ടായി സർക്കസ് കാണിക്കുന്നവർക്കുണ്ടല്ലോ, ബൈക്കിൽ സർക്കസ്, ഇതൊക്കെ ഷൂട്ട് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അങ്ങ് പിടിച്ചോളും. അതിനുള്ളൊരു സംവിധാനം വരും.
അതോടുകൂടി കുറേ ആളുകൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങും. കാരണം ജനങ്ങൾ തന്നെ, പൗരൻ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഏറ്റെടുക്കും. പൗരന്മാർ തന്നെ എടുക്കുമ്പോൾ പിന്നെ കുശുമ്പുകൊണ്ടും ദേഷ്യം കൊണ്ടോ കഴിക്കുന്ന കാണാം. അത് നമ്മൾ എടുക്കില്ല. ഈ പരിശോധന ഒരു ഫലപ്രദമാവും. തീർച്ചയായിട്ടും വരും. ഞങ്ങൾ പരമാവധി ലൈറ്റ് അണയ്ക്കാൻ അങ്കമാലിയിലൊക്കെ ഭയങ്കര കുരുക്കാണ്. അതിനൊരു പ്ലാൻ കണ്ടിട്ടുണ്ട്. അത് അവിടുത്തെ MLAയും ജനപ്രതിനിധികളോട് സംസാരിച്ചിട്ട് ഇന്ന് തന്നെ തീരുമാനമാക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണം എന്നാണ് ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. തീർച്ചയായിട്ടും അത് ഇപ്പൊ കഴിച്ച് തന്നെ ആവണം. ഇത് ഞാനും ഈ കുരുക്കിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിലല്ല, മന്ത്രിക്ക് ചിലപ്പോൾ പോലീസും അവർ സഹായങ്ങൾ ചെയ്തു തരും. പക്ഷേ സാധാരണക്കാരൻ എന്ന നിലയിൽ, ഞാൻ MLA എന്ന നിലയിൽ ഇതിൽ കടന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു. സിഗ്നൽ ഇപ്പൊ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലാണ് ഏറ്റവും അധികം വാഹനങ്ങളുള്ളത്. ഈ സിഗ്നലുകൾ, അനാവശ്യമായ സിഗ്നലുകൾ മാറ്റുക തന്നെ പഠിച്ചു നോക്കൂ. സിഗ്നലുകൾ, അനാവശ്യമായ സിഗ്നലുകൾ അണച്ചാൽ ഈ ട്രാഫിക് കുരുക്കെല്ലാം മാറും. പ്രാദേശികമായ എതിർപ്പുകൾ അതൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഏത് കാര്യത്തിനും ഉണ്ടല്ലോ. ഈ പയ്യെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പണ്ട് പറയും അമ്മയെ തല്ലിയ രണ്ടഭിപ്രായം. അഭിപ്രായമുണ്ട്. ഈ യാത്ര എന്തായാലും വെറുതെ ആവില്ല. വെറുതെ ആവില്ല. നമ്മൾ മാക്സിമം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ ചില പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതാത് സ്ഥലത്തെ MLAമാരും മുനിസിപ്പാലിറ്റിയുമായിട്ട് സംസാരിച്ച് അവർ എഗ്രി ചെയ്താൽ നടപ്പിലാക്കും. ഓക്കെ. അപ്പോൾ അങ്കമാലിയൊക്കെയാണ് പ്രധാന പ്രശ്നം. വലിയ